പ്രിയ വിദ്യാർത്ഥികളെ, ഞാനിവിടെ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം സമസ്ത 5-ാം തരത്തിലെ താരീഖിൻ്റെ 3-ാം പാഠത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസറിനെ കുറിച്ചാണ്. അതിൽ ഒന്നാമതായി വരുന്നത് ഉത്തരം എഴുതാമെന്നുള്ളതാണ് ക്വസ്റ്റ്യനായി കൊടുത്തിട്ടുള്ളത്. 1. അൻസാറുകളുടെയും മുഹാജിറുകളുടെയും ഇടയിലുള്ള സാഹോദര്യത്തിൻ്റെ മാനദണ്ഡം എന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ഈമാനായിരുന്നു അവരുടെ മാനദണ്ഡം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന് ലഭിച്ച അൻസാരി കൂട്ടുകാരൻ ആര്? അതിൻ്റെ ആൻസർ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു. 3. സഅദ് റളിയല്ലാഹു അൻഹു എന്തൊക്കെയാണ് മുഹാജിറിന് പങ്കുവെക്കാൻ തയ്യാറായത്? അതിൻ്റെ ആൻസർ തൻ്റെ സമ്പത്തിൻ്റെ പകുതി നൽകാനും 2 ഭാര്യമാരിൽ നിന്ന് ഒരുവളെ വിവാഹം ചെയ്തു കൊടുക്കാനും തയ്യാറായി. ഇനി സെക്ഷൻ 2, ആലോചിച്ച് പറയുക. ഈ ക്വസ്റ്റ്യൻ ആലോചിച്ചിട്ടാണ് അതിൻ്റെ ആൻസർ എഴുതേണ്ടത്. കിതാബിൽ ഇല്ലാത്ത ആൻസർ ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തത്, മദീനയിലെത്തിയപ്പോൾ മുഹാജിറുകളുടെ അവസ്ഥ എന്തായിരുന്നു? ആൻസർ കൂട്ടുകാരോ സമ്പത്തോ ഇല്ലാത്ത അപരിചിതരായിരുന്നു അവർ. 2. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്തുകൊണ്ടാണ് സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഓഫർ നിരസിച്ചത്? മുകളിൽ പറഞ്ഞ ക്വസ്റ്റ്യനിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് സഅദ് റളിയല്ലാഹു അൻഹു നൽകാമെന്ന് പറഞ്ഞ ആ ഓഫർ എന്തുകൊണ്ടാണ് നിരസിച്ചത്? എനിക്ക് ആ ഓഫറൊന്നും വേണ്ട, എനിക്ക് മദീനയിലെ ഒരു മാർക്കറ്റ് കാണിച്ചു തന്നാൽ മതി, അവിടെ നിന്ന് ഞാൻ ജോലി ചെയ്ത് സമ്പാദിച്ചോളാം എന്നായിരുന്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്. അതിൻ്റെ ആൻസർ വരുന്നത് ആത്മാഭിമാനത്തോടെ സ്വയം ജീവിതമാർഗം കണ്ടെത്താൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. 3. ഈ ചരിത്രത്തിൽ നിന്ന് സമൂഹത്തിന് ലഭിക്കുന്ന 2 നേട്ടങ്ങൾ പറയുക. മുകളിൽ പറഞ്ഞ മുഹാജിറിൻ്റെയും അൻസാറുകളുടെയും ഈ ചരിത്രത്തിൽ നിന്ന് സമൂഹത്തിന് എന്തൊക്കെയാണ് നേട്ടങ്ങൾ ഉണ്ടാവുക എന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ, തൻ്റെ മുസ്ലിമായ സഹോദരനെ എന്ത് ത്യാഗം സഹിച്ചും നാം സഹായിക്കുകയും അവർക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും വേണമെന്നാണ് ഈ ചരിത്രത്തിൽ നിന്ന് സമൂഹത്തിന് നൽകാനുള്ള പാഠം. ഇനി സെക്ഷൻ 3 നോക്കാം. നമുക്ക് ചർച്ച ചെയ്യാം. ഉസ്താദുമാരും വിദ്യാർത്ഥികളൊക്കെ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യാനാണ് പറയുന്നത്. ആ ചർച്ചയിൽ ഒരു ക്വസ്റ്റ്യനാണുള്ളത്. ഒന്നാമത്തത്, അഭയം തേടി വരുന്നവരെ സ്വീകരിക്കുന്നതിലും അഭയം നൽകുന്നവരോടുള്ള സമീപനത്തിലും ഈ ചരിത്രത്തിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ, നമ്മോട് സഹായം ചോദിക്കുന്നവരോടും നമ്മുടെ നാട്ടിൽ പുതുതായി താമസം വന്നവരോടും നാം നല്ല നിലയിൽ പെരുമാറണം എന്നാണ് ഈ ചരിത്രത്തിലുള്ള ഗുണപാഠം. അതേപോലെ തന്നെ നാം ഒരാളോട് ഒരു സഹായം തേടുകയാണെങ്കിൽ അത് നമുക്ക് അർഹതപ്പെട്ടതാണോ, അല്ലെങ്കിൽ അവരുടെ സഹായമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ നാം തിരഞ്ഞെടുക്കുകയും ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് 3-ാം തരത്തിലെ മുഹാജിറുകളും അൻസാറുകളും എന്നുള്ള പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസർ വന്നിരിക്കുന്നത്. വിദ്യാർത്ഥികൾ പാഠഭാഗങ്ങളൊക്കെ നന്നായി വായിക്കുക. അള്ളാഹു നല്ല ഉന്നതമായ വിജയം ഇരു ലോകത്തും നൽകട്ടെ.